ഒരു പരമമായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമ്മൾ നന്നായി കാണണം എന്ന ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അവരെക്കാളും നന്നായി കാണണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവൂല. എന്താ, ശരിയല്ലേ? മക്കളെ, സാറിന്ന് പുതിയൊരു സാധനം കാണിച്ചു തരാം. ദേ, ഇതെന്താണെന്നൊന്ന് പറയാവോ? ഇത് ബുക്ക് മൈ ഷോയിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നതല്ലേ? ഞങ്ങൾക്കറിയാം. മഴ തുടങ്ങിയാൽ മിക്കവാറും കടകളിൽ കാണാൻ പോകുന്ന ഒരു രംഗം. ചേട്ടാ, 100 രൂപയുടെ മഴക്കോട്ടുണ്ടോ? തൃശ്ശൂര് ചോദിച്ചാ തരത്തില്ല എന്ന് പറഞ്ഞ ഒരു മൂദേവി ഉണ്ടായിരുന്നല്ലോ മക്കളെ. അവളിപ്പോ എവിടെയാണോ ആവോ? അവളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് തൃശ്ശൂര് നമ്മൾ ഇങ്ങ് എടുത്തിട്ടുണ്ടെന്ന്. കേട്ടാ? BJPക്ക് ഒരൊറ്റ സീറ്റ് കേരളത്തിൽ കിട്ടത്തില്ല. സഖാക്കൾ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഒറ്റ സീറ്റ് പോലും BJPക്ക് കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ മാഹിൻ റഹീം തല മൊട്ടയടിക്കും. ഈ കമ്മിവാണ സുഡാപ്പി സഖാവ് ഇപ്പൊ എവിടെയാണോ ആവോ? ആരെങ്കിലും കണ്ട ഒന്ന് പറഞ്ഞേക്ക് ഒരു സീറ്റ് നമ്മളിങ്ങ് എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ പോയി മൊട്ടയടിക്കാനും ഒന്ന് പറഞ്ഞേക്ക്. നട്ടെല്ലിന് ബലമുള്ള സഖാവാണെങ്കിൽ നീ മൊട്ടയടിച്ച് കാണിക്കണം. സാധാരണ കുട്ടികൾ തോൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് ഇപ്പോൾ ആദ്യമായിട്ടാ ഒരു ടീച്ചർ തോക്കുന്നത് കാണുന്നത്. എന്താ അല്ലേ? ഈ കുറി തൊട്ട താത്തക്കുട്ടി ഇപ്പൊ എവിടെയാണോ ആവോ? വല്ല ആടുമേയ്ക്കാനും പോയി കാണുമോ? ഇവിടെ താമര വിരിഞ്ഞ കാര്യം ആരെങ്കിലും കണ്ട ഒന്ന് അറിയിച്ചേക്കണോട്ടോ. ഇന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് എല്ലാവരും പുതിയ മരത്തൈകൾ നടുന്ന തിരക്കിലായിരിക്കും. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം നമ്മൾ നട്ട മരത്തൈകൾ അവിടെ ഉണ്ടോ എന്നുകൂടി നോക്കാൻ മറക്കരുത് ട്ടോ. ഈ ചേച്ചി എത്ര പൊതിച്ചോറ് തന്നാടാ. നന്ദി വേണം, നന്ദി. പാവം ചേച്ചി ഇപ്പൊ എവിടെയാണോ ആവോ? തൃശൂർ താമര വിരിഞ്ഞാൽ ഞാൻ ഉടുമുണ്ട് കഴിച്ച് തലയിൽ കെട്ടി തൃശൂർ ടൗണിലൂടെ നടക്കും. എന്തായാലും ആ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയായിരിക്കും. ഇത് എവിടെ വെച്ചാ എപ്പോഴാ എന്നൊന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ വന്ന് കാണായിരുന്നു. ആരെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. രാത്രി മുഴുവൻ കാമുകിയുമായി സംസാരിച്ച് രാവിലെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ചങ്ക്. നീ അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? പറയ്. ചില ആമ്പിള്ളേരുടെ വീട്ടിൽ പ്രേമിക്കാനും പ്രേമിച്ച് കെട്ടാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവന്മാരുടെ പ്രധാന പ്രശ്നം അവർക്ക് പ്രേമിക്കാൻ ആളില്ല എന്നുള്ളതാണ്. 1 മണിക്കൂറിൽ തയ്യാറാക്കിയത് 33 ഭക്ഷണങ്ങൾ. റെക്കോർഡ് നേടി 10 വയസ്സുകാരി. ഇവിടെയുമുണ്ട് കുറെ എണ്ണം. മാഗിയും നാരങ്ങവെള്ളവും പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്നാലും ഇവന്മാരൊക്കെ ആരാ? ഇത്രയും ബുദ്ധിയുള്ള പാർട്ടിക്കാരേതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. എന്തായാലും അവന്മാരെ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും നമിച്ചണ്ണാ, നമിച്ച്. നമ്മുടെ ഇക്കാടെ പുതിയൊരു പടം ഉണ്ടായിരുന്നില്ല, ടർബോ. അത് 100 കോടിയും കഴിഞ്ഞ് 200 കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് കഴിഞ്ഞ ആഴ്ച വരെ തള്ളി മറച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ED മാമന്മാര് ചെറുതായിട്ടൊന്ന് കണ്ണുരുട്ടിയപ്പോൾ ആ 100 കോടിയും 200 കോടിയൊക്കെ കുറഞ്ഞ് ഇപ്പൊ 33 കോടിയിൽ എത്തി നിപ്പുണ്ട്. ബാക്കി കോടികളൊക്കെ എവിടെ പോയോ ആവോ? ആവിയായി പോയോ? അതോ കാക്ക കൊണ്ടുപോയോ? അങ്ങനെ തള്ളി അവസാനം 3G ആയി. രാജ്യത്ത് നിത്യോപയോഗ സാധന വില കുറയുന്നു, കേരളത്തിൽ കൂടുന്നു.
അങ്ങനെ നമ്മുടെ കേരളം വീണ്ടും നമ്പർ 1 ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. എന്നാലും എൻ്റെ ഡാഷ് വിജയ നമിച്ചു. കേരളം എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചേക്കണേടാ. ഈ കണക്കിന് കേരളത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? കണ്ണൂർ എരഞ്ഞോളിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. ഇത് കാണുന്ന കണ്ണൂരിലുള്ള മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം: മക്കളെ, നിങ്ങൾ പാടത്തും പറമ്പിലും ഒക്കെ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കിടക്കണ തേങ്ങയും മടക്കയൊന്നും പറക്കരുതിട്ടോ. ഏതാ എപ്പോഴാ പൊട്ടിത്തെറിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാലമാ, കലികാലം. ഓരോ കാലന്മാരുടെ കയ്യില് ഭരണവും അധികാരവും കൊടുത്തു. ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ശിവ ശിവ, കുറച്ച് നാളും കൂടി എല്ലാവരും അനുഭവിക്കുക, അത്ര തന്നെ. അല്ലാതെ എന്താ ചെയ്യാ? അങ്ങ് ദൂരെ കണ്ണൂരിൽ ആരോ തേങ്ങ പറക്കാൻ പോയുണ്ട്. കവലയിൽ ആദരാഞ്ജലി ഫ്ലെക്സ് വരും പറയാം ആളാരാന്ന്. ഓരോ പരനാരികൾ കാരണം പറമ്പിന്ന് തേങ്ങയും മടക്കയും പോലും പറക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ചത്തവന് കൊള. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കവലയിൽ ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ കിട്ടും. കേരളം എന്ത് മാറ്റവും മാറിയിരിക്കുന്നത്. ലൂർദ് മാതാവിന് സുരേഷ് ഗോപിയുടെ സ്വർണ്ണക്കൊണ്ട. ഇത് കാണുന്ന കമ്മി കൊങ്ങി സുഡാപ്പി മൂരി മാപ്രകൾ. ഹലോ, ഗോൾഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി അല്ലേ? നമ്മുടെ ലൂർദ് പള്ളിയിലേക്ക് പെട്ടെന്നൊന്ന് വരാൻ പറ്റുമോ? എന്താ മോനെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? നിനക്ക് എന്താ പറ്റിയേ? എന്തു പറയാനാ, ഇക്കയുടെ തൂർബോ 200 കോടി ക്ലബിൽ അടിക്കുമ്പോ ഈ കവലയിൽ മൊത്തം കൊടുക്കാനായിട്ട് 200 ലഡു 200 അലുവയും ഞാൻ ആ പാപ്പച്ചിൻ്റെ കടയിൽ ഓർഡർ കൊടുക്കുക. ഇപ്പൊ ED വന്ന് കണ്ണുരുട്ടിയപ്പോ പറയാ പടം 200 കോടി പോയിട്ട് മുടക്കുമുതൽ പോലും തിരിച്ചു പിടിച്ചിട്ടില്ല. ഇനി ഈ ലഡുവും ജിലേബിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നു തീർക്കണ്ടേ? ആ നശിച്ച ED മുടിഞ്ഞു പോവും. കുവൈറ്റിൽ മരിച്ച മലയാളികളെ കാണാൻ അനുവദിച്ചില്ല, കേന്ദ്രം യാത്ര മുടക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മന്ത്രി വീണ ജോർജും കമ്മി കൊങ്ങി സുഡാപ്പി മൂരികളും കുറച്ച് മീഡിയകളും വല്ലാത്ത കരച്ചിലൊക്കെ ആയിരുന്നു. എന്നിട്ട് മരിച്ചവരെ കേന്ദ്രം നാട്ടിലെത്തിച്ചപ്പോൾ ഈ പറഞ്ഞ മന്ത്രി വീണ ജോർജിനെ ആ പരിസരത്ത് പോലും ആരും കണ്ടില്ല എന്നതാണ് സത്യം. ഇതൊക്കെ എന്തിന്റെ കുഞ്ഞാണോ ആവോ, വല്ലാത്ത ജാതി കുത്തിത്തിരിപ്പ് തന്നെ. കൂടെ കുറച്ച് കമ്മി കൊങ്ങി സുഡാപ്പി മൂരികളും കുറച്ച് മാപ്പറ കുഞ്ഞുങ്ങളും.